അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി നമ്മുടെ സവോളയും വെച്ചിട്ടുള്ള ഒരു റോസ്റ്റ്, അതായത് ഒരു ടൊമാറ്റോ റോസ്റ്റ്. അത് നമ്മുടെ പൂരിക്കും ചപ്പാത്തിക്കും എന്തിനോട് വേണമെങ്കിലും കഴിക്കാം. നല്ല എന്താ പറയുക, നല്ല സ്വാദുള്ള സാധാരണ വീടുകളിലെല്ലാം പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി എടുക്കുന്ന ഒരു റോസ്റ്റ് ആണ്. നമ്മള് തക്കാളിയൊക്കെ ഏകദേശം ഒരു ചെറിയ മീഡിയം സൈസിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തക്കാളി എടുത്തിരിക്കുന്നത്, 2 സവോള എടുത്തിട്ടുണ്ട്, എനിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും, 1 തണ്ട് കറിവേപ്പില, ഇഞ്ചി, ഇഞ്ചി വലുപ്പത്തിലൊരു ഇഞ്ചി. ഇത്ര സാധനം നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു നുള്ളു കടുക് ഇട്ടിട്ട്, ഇത് നമ്മൾ കുക്കിംഗ് ഓയിൽ എടുത്തിരിക്കുന്നത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇതിനെല്ലാം കൂടെ വേകാനും എല്ലാത്തിനും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു വറ്റൽമുളക് കൂടെ പൊട്ടിച്ചിടാം. ഇത് വറ്റൽമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇട്ടാല് കുറച്ചുകൂടെ ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അകത്ത് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മാത്രം മതി. അപ്പൊ ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും പിന്നെ സ്വല്പം കാശ്മീരി മുളക് പൊടി. അതൊരു കളറിന് വേണ്ടി മാത്രമാണ്. നമ്മൾ എരിക്ക് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചമുളക് തന്നെയാണ്. അപ്പൊ നമ്മുടെ എല്ലാ സംഭവം പെട്ടെന്ന് തന്നെ പച്ചമുളക് മാറിക്കോളും. അപ്പൊ ഇനി നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പരിപാടി സാധനങ്ങളും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കുക. ഈ തക്കാളിക്കും സവോളയ്ക്കും എല്ലാം ഉള്ള വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവേ. വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ വേവിക്കുകയും വേണ്ട, ഒരു മീഡിയം രീതിയിൽ മതി ഇത്, എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ നാടൻ സ്റ്റൈല്. പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു രീതിയിലാണ് ചെയ്യുന്നത്. പച്ചമുളകും നമ്മുടെ ഇഞ്ചി കറിവേപ്പില എല്ലാം ഒരുമിച്ചെങ്കിലും. അപ്പൊ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് ഇളക്കിയിട്ട്. അപ്പൊ ഈ പുളിയുള്ള തക്കാളി, ഓരോ തക്കാളിയുടെ അനുസരിച്ചിട്ട് ഉപ്പിന്റെ ക്വാണ്ടിറ്റി കൂടിയും കുറഞ്ഞു നിൽക്കുവേ. അപ്പൊ നമുക്കിതെല്ലാം കൂടെ ഇളക്കി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാവേ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ അതവിടെ ഇരുന്ന് പയ്യെ ഒന്ന് വേഗം. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് നമ്മൾ നിലക്കി ഒന്ന് തുറന്ന് നിലക്കി ഇട്ടായിരുന്നു. അപ്പൊ നമ്മുടെ കറി സംഭവം വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നിർത്തുവാണ്. ഇതിൽ കൂടുതൽ നമുക്ക് വഴറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ്. അതെ, കുറച്ച് നേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇങ്ങനെ നമ്മൾ തുറന്നു വെച്ചിട്ട് തന്നെ വഴറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറെ കൂടെ എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ കടകളിലൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഈ റെസ്റ്റോറന്റ് സ്റ്റൈൽ ടൊമാറ്റോ ഫ്രൈ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല സ്പൈസി ആയിട്ടും എണ്ണയും ഒക്കെയാണ് ചെയ്യുന്നത്. നമ്മള് നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോ എന്തായാലും നമ്മൾ അത്രയ്ക്ക് എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചല്ല ചെയ്യുന്നത്. നമ്മള് അതല്ല, ഇത് ഈ രീതിയിലാണ് നമ്മളെ അമ്മ തയ്യാറാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റൈല്. ചപ്പാത്തിയും ഈ പൂരി അതല്ല, ചപ്പാത്തിയുടെ കൂടെ അമ്മ ചപ്പാത്തി ഒന്നുണ്ടാക്കിയാൽ ഈ ഒരു ചപ്പാത്തി ഈ ഒരു കറി, അതാണ് കോമ്പിനേഷൻ. നല്ല ടേസ്റ്റ് ആണ് സാധനം. ഇഷ്ടം പോലെ നമ്മൾ കഴിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഉപ്പൊക്കെ ആവശ്യത്തിന് ഈ ഒരു സ്റ്റേജിൽ നോക്കിയിട്ട് ഇടുക. ചെറിയൊരു പീസ്. നല്ല ചൂടാണ്, നല്ല ചൂടാ. ഉപ്പ് കറക്റ്റ് എരി. നമ്മൾ മറ്റേ പൊടിയിട്ടില്ല, പൊടിയിട്ടെങ്കിലും അതിന്റെ ഒരു കളർ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഫ്ലേവർ കൂടുതൽ വരുന്ന പച്ചമുളകിന്റെ ഫ്ലേവർ കൂടുതൽ വരുന്നതാണ് ഇത് ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉള്ളത്. അപ്പം ഇത് സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം എന്തായാലും തക്കാളിയും ഇതൊക്കെ എല്ലാ വീടുകളിലും സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ്. മിക്കവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നത് ഓർപ്പിച്ചു. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക, ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ. പിന്നെ നമുക്ക് സ്കൂളിൽ പിള്ളേർക്ക് ഉണ്ടല്ലോ ടിഫിനൊക്കെ കൊടുത്ത്, ഇപ്പോൾ ചപ്പാത്തിയൊക്കെ കൊടുത്തിരുന്നതാണെങ്കിൽ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ടിഫിൻ ബോക്സിൽ നിന്ന് ഒഴുകത്തില്ല.
എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് സാധനം. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ അതുപോലെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ആ ബെല്ലൈക്കണം, പിന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.